ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു throttledom. അപ്പോൾ throttledomന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുതിയ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നതാണ്. സോ അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ്. അതായത് തികച്ചും ബൈക്കേഴ്സിന് മാത്രമായിട്ടുള്ളതല്ല, നമുക്ക് എന്താ പറയുക, നമുക്ക് കുറച്ച് ഒരു സൈക്കിളിൽ റൈഡ് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലും പല യാത്രകളും പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പല പ്രോഡക്ട്സും അല്ലെങ്കിൽ പല വസ്തുക്കളും നമ്മൾ ഓരോ യാത്രയിലും ഉപയോഗിക്കും. സോ അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക കേട്ടോ. സോ നമുക്ക് നേരെ ആ പ്രൊഡക്റ്റിൻ്റെ വീഡിയോയിലോട്ട് പോകാം. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് ഈ ഒരു റിഫ്ലക്റ്റിംഗ് ലൈറ്റിനെ കുറിച്ചാണ്. സോ ഇതിനൊരു പ്രത്യേകിച്ച് ബ്രാൻഡും കാര്യങ്ങളൊന്നും ഇതിൽ കാണാനില്ല. കംപ്ലീറ്റ്ലി ചൈനീസ് പ്രൊഡക്റ്റ് ആണ്. വിച്ച് മീൻസ് 200 രൂപയിൽ അല്ലെങ്കിൽ 200 രൂപയിൽ താഴെ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. തികച്ചും എന്താ പറയുക, ഞാൻ ഇതിനെപ്പറ്റി കണ്ടപ്പോഴും അല്ലെങ്കിൽ ഇതിൻ്റെ യൂസിനെ പറ്റി ആലോചിച്ചപ്പോഴും പല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം ഇതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം നമുക്ക് അഫോർഡബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് സപ്പോർട്ടീവ് ആണെന്ന് തോന്നിയ സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. സോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതാണെങ്കിൽ നമുക്ക് ഹെൽമെറ്റിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സൈക്കിൾ റൈഡ് പോകുകയാണെങ്കിൽ സീറ്റിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ റൈഡ് പോകുമ്പോൾ സമയത്ത് തന്നെ നമ്മൾ ഹെൽമെറ്റിൻ്റെ പുറകിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അത് ഞാനൊന്ന് ജസ്റ്റ് ഈ ഒരു കവറിന് എടുത്ത് മാറ്റി കാണിച്ചു തരാം. ഈ ഒരു പാക്കേജിൽ വന്നിട്ടുള്ളത് ഈ ലൈറ്റ്, പിന്നെ ഒരു മൈക്രോ USB, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഒരു മൈക്രോ USB ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ മെയിൽ ഫീമെയിൽ ടൈപ്പ് നമുക്കൊരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്, കാരണം ഇതിൻ്റെ പുറകിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് പിന്നെ 2 ബാൻഡ്സ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഹെൽമെറ്റിൻ്റെ പുറകിൽ മാത്രമല്ല, നമുക്ക് പല ഒക്കേഷനിൽ പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റിയതുകൊണ്ട് ഒരു ബാൻഡും കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് എന്തിനാണ് ഈ ടൂൾ സൈഡ് ടൈപ്പ് 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് കേടുവന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് കേടുവരുന്നത് വെച്ചാൽ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പുറകിലാണ് നമുക്ക് എന്ത് വരാൻ പോകുന്നത്, ചാർജിങ് സ്പോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്കർ വെച്ച് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേണം ഇത് ചാർജ് ചെയ്യാനായിട്ട്. പക്ഷേ ഇത് റീചാർജബിൾ ആണെന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. കാരണം ഒരു 200 റുപ്പീസിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പെർഫോമൻസ് തരുന്നുണ്ട്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ലൈറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓണാവും. ഇത് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു പാറ്റേണിൽ ഇപ്പോൾ വർക്കാവും. നമുക്ക് പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ പാറ്റേൺ ചേഞ്ചായി. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ഒന്നും കൂടി പ്രസ് ചെയ്യുക, വീണ്ടും പാറ്റേൺ ചേഞ്ചായി. കളറല്ല, പാറ്റേൺ ചെറുതായിട്ടൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരുപാട് പാറ്റേൺസ് ഒന്നും ഇല്ല, ബട്ട് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഒന്നും കൂടി പ്രസ് ചെയ്യുക, കളർ ചേഞ്ച് ആയിട്ടുണ്ട്. വീണ്ടും പ്രസ് ചെയ്യുക. അതായത് ഒരു പാറ്റേണിൽ നമുക്ക് 3 ലൈറ്റും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പാറ്റേൺ ഉണ്ട്. പിന്നെ ഒരു പാറ്റേണിൽ നമുക്ക് ഒരേ കളർ തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ 2-3 പാറ്റേൺസ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഇനി ഒന്ന് ഹെൽമെറ്റിൻ്റെ പുറകെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതെങ്ങനെയാണ് ഓഫ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് പ്രസ് ആണ് കേട്ടോ. ലോങ് പ്രസ് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം ഓഫായി പോകും. സോ ഗൈസ്, നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റീനെ പറ്റി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചൈനീസ് പ്രൊഡക്റ്റ് ആണ്, നോ ഗ്യാരണ്ടി നോ വാറണ്ടി. ബട്ട് ഈ ഒരു പ്രൈസിൽ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ. സോ ഒരു നോർമൽ പ്രൈസിൽ വന്നിട്ടുള്ള ഒരു ഫ്ലാഷർ തന്നെയാണിത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് മെയിനായിട്ട് യൂസ് വരുന്നത് ഈ സൈക്ലിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്കായിരിക്കും. കാരണം നമുക്ക് ബൈക്സിനാകുമ്പം ഒരുപാട് ബ്രേക്കും ഒരുപാട് റിഫ്ലക്റ്റേഴ്സൊക്കെ വരുന്നതാണ്. സോ അത്ര യൂസ് വരുന്നില്ല. ബട്ട് സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്
ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. അത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ യൂസ് മനസ്സിലാവും. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പല ഫ്രണ്ട്സും സൈക്ലിങ്ങിന് പോകുമ്പോൾ ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ് മാത്രം വെച്ച് പോകുന്ന കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒരുപാട് ഉപകാരമാവും. ആൻഡ് ഇതിൽ കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക 3Mൻ്റെതാണ്. ഇത് പോരൊന്നുമില്ല, ബട്ട് 3Mൻ്റെ സ്റ്റിക്കർ ആയിരിക്കും കുറച്ചും കൂടി നിൽക്കുക. ബട്ട് 3Mൻ്റെ വെക്കുന്ന സമയത്ത് നമുക്ക് സൈക്കിൾസിലൊക്കെ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ ചാർജിങ് സ്പോട്ട് വരുന്നത്. അപ്പം ഹെൽമെറ്റിൽ ഇങ്ങനെ നമ്മൾ 3Mൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാൻ ഊരാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സൈക്കിളിലൊക്കെ അങ്ങനത്തെ ഒരു സ്പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കേബിൾ തന്നെ യൂസ് ചെയ്യുന്നില്ല, കുറച്ച് ലെങ്ത്തുള്ള നമ്മുടെ മൊബൈൽ ചാർജറൊക്കെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൽ ഈ ഒരു സ്റ്റിക്കർ ആകുമ്പം ഹെൽമെറ്റിലാകുമ്പോൾ നമുക്ക് ഒരുപാട് കാലം നീണ്ടു നിന്നോളന്നില്ല ഈ ഒരു സ്റ്റിക്കറിൻ്റെ ക്വാളിറ്റി. ബട്ട് ഒരു എക്സ്ട്രാ നമുക്കൊരു ബാക്കപ്പായിട്ട് ഒന്നും കൂടി അതിനകത്ത് തന്നെ ഉണ്ട്. ആൻഡ് ഹെൽമെറ്റിൽ എന്നെപ്പോലുള്ള പ്രാന്തന്മാർ യൂസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ. ഒരു ഫണ്ണാണത്. ആൻഡ് എനിക്ക് തോന്നുന്നു റെഡും ഇതൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല മഴയത്തോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പം റോട്ടിലൂടെ ഹെൽമെറ്റ് വെച്ച് നടന്നു പോകുന്ന സമയത്തൊക്കെ അങ്ങനെ പോകാറുണ്ട്, അതായത് ക്രൗഡിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഫണ്ണായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഇതൊരു എന്താ പറയുക, ഒരു ഫൺ പ്രൊഡക്റ്റ് എന്ന് തന്നെ ഇതിനെ പറ്റി പറയാം. ബട്ട് ഇൻ കേസ് സൈക്ലിംഗ് കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന അല്ലെങ്കിൽ മറ്റു രീതിയിൽ യാത്രകളൊക്കെ പോകുന്ന ആൾക്കാർ, ഇപ്പം നടന്ന് വരെ നമ്മൾ ഈ കാശ്മീരിലേക്ക് പോകുന്ന ടൈമാണ്. അപ്പോൾ അങ്ങനത്തെ സമയമൊക്കെ രാത്രിയൊക്കെ നമ്മൾ കഴിവതും യാത്രകൾ ഒഴിവാക്കുക. ബട്ട് സ്റ്റിൽ പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും പല രീതിയിലും അല്ലെങ്കിൽ നമുക്ക് പല പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഇപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനത്തിൻ്റെ മുകളിൽ റിഫ്ലക്റ്റഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഒരു നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് ഈ പ്രൊഡക്റ്റ് വേണ്ട ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബൈ കൊറിയർ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം throttledom.